ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായിടുന്ന കർത്താവേ യേശുനാഥ. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദരമ പാഹിമ മുകുന്ദരമ പാഹിമ. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ നിന്നോ പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ നിന്നോ ഖിയാമത്ത് നാൾ വരെ വരുന്ന തന്റെ അനുയായികളോട് ലോകത്തിന്റെ നേതാവ് നടത്തിയ ഏറ്റവും വലിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം നിന്നും മുഴങ്ങി കേൾക്കുകയാണ്. അവിടുത്തെ അനുയായികൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ മനുഷ്യാവകാശ പ്രഖ്യാപനം. അർവാഹിമൂന യർഹമുഹുർ റഹ്മാൻ. ഓ മുസ്ലിമീങ്ങളെ, ഓ മുഹമ്മദ് നബിയുടെ അനുയായികളെ, നിങ്ങൾ ഭൂമി ലോകത്തുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. അങ്ങനെ കാരുണ്യം ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ അഭിവന്യരായ തങ്ങൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത്. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് തന്നെ ഇവിടെ എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒരു മതങ്ങളെയും നോക്കിയിട്ടില്ല, ഒരു നിറങ്ങളെയും നോക്കിയിട്ടില്ല, ഒരു വൈജാത്യങ്ങളും അവരുണ്ടാക്കിയിട്ടില്ല. അവർ റസൂലുള്ളാഹിന്റെ കൽപ്പനയെ നെഞ്ചേറ്റുകയാണ്. ഭൂമി ലോകത്തുള്ളവർക്ക് കാരുണ്യം ചെയ്യണം. കാരുണ്യം ചെയ്യുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു, മുസ്ലിമീങ്ങളൊന്നും നോക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളൊന്നും നോക്കാൻ പാടില്ല, ഹൈന്ദവരൊന്നും നോക്കാൻ പാടില്ല, മതമുള്ളവരൊന്നും നോക്കാൻ പാടില്ല, മറിച്ച് ഭാഷകൾ നോക്കാൻ പാടില്ല, രാജ്യം നോക്കാൻ പാടില്ല. നിങ്ങൾ ഭൂമി ലോകത്തുള്ളവർക്ക് കാരുണ്യം ചെയ്യണേ. എന്നാലോ ആകാശത്തിൽ ആധിപത്യമുള്ളവനായ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും കേട്ടോ. ദീർഘായുസ് നൽകണേ റഹ്മാനേ. അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെ SYS ഉൾപ്പെടെ SSF ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളും കേരളത്തിനും കേരളത്തിന്റെ പുറത്തും ഇന്ത്യ രാജ്യത്തിന്റെ 24 സ്റ്റേറ്റുകളിലും എല്ലാ ആഫ്രിക്കൻ നാടുകളിലും എത്രയോ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അവിടെ മതങ്ങൾ നോക്കിയിട്ടില്ല, നോക്കാൻ പാടില്ലെന്ന് നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് അനുധാവനം ചെയ്യുകയാണ്, ആ പാദപങ്കുജം പിന്തുടരുകയാണ്. ഇതാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളും. തോമസ് സാർ അല്ലേ, ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മതങ്ങളും അങ്ങനെയാണ്. ഒരു മതങ്ങളും ഒരു ദേവാലയങ്ങളിൽ നിന്നും വർഗീയതയോ ഭീകരവാദമൊന്നുമില്ല. അത് ഉപയോഗപ്പെടുത്തി ചില ആളുകൾ ഭരണത്തിനും മറ്റും വേണ്ടി ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ്, മതങ്ങളെയും മതദർശനങ്ങളെയും ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ ജോസാറിന്റെ ചർച്ച ഇവിടെ ഉണ്ടാകുമല്ലോ. അവിടുന്ന് നമ്മൾ രാവിലെയും വൈകുന്നേരവും മണിയടിച്ച് കേൾക്കാറുണ്ട്. ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായിടുന്ന കർത്താവേ യേശുനാഥ. എവിടെയാണ് മറ്റു മതങ്ങളെ മാറ്റി നിർത്താൻ പറയും? ഒരിക്കലുമില്ല. ചുറ്റുപുറത്ത് അമ്പലമുണ്ടെങ്കിൽ അവിടുന്ന് കേൾക്കും രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദരമ പാഹിമ മുകുന്ദരമ പാഹിമ. എല്ലായിടത്തും സൗഹാർദ്ദത്തിന്റെ സ്നേഹമസ്മരണമായ സന്ദേശങ്ങളാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മതസൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മതങ്ങളെ തമ്മിലടിപ്പിച്ച് ജനങ്ങളുടെ കൽബുകളെ അകറ്റുന്നതിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അല്പം പ്രകീർത്തനം മാത്രം നടത്തി
മറ്റു വിശദീകരണങ്ങളിലേക്കൊന്നും പോകാതെ പെട്ടെന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ മദീനയിൽ നിന്ന് കഴിഞ്ഞ സഫർ മാസത്തിൽ കുറിച്ച വരികളാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നല്ല സ്വലാത്ത് സലാമോദട്ടെ അലസ്ഹാബിൽ ഞാനോദട്ടെ ഇരുകരം നീട്ടി മദ്ഹോ